നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. വളരെയധികം സന്തോഷം ഒന്ന് നിങ്ങളുടെ ഇടയിൽ പങ്കുവെക്കാനായി ഈ ഒരു വീഡിയോസ്. കോഴിക്കോട് ചുള്ളിക്കാലുള്ള പാലം ഏത് നിമിഷം തകർന്ന് വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോസും അധികാരികൾക്ക് അറിയിച്ചു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ ഒന്നും നടക്കൂലെന്ന്, നടക്കണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ, ആ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാനില്ല. എന്തായാലും വളരെയധികം സന്തോഷം. മച്ചാന്മാരെ ഇന്ന് അവിടെ പാലത്തിൻ്റെ പണി തുടങ്ങി. മച്ചന്മാരെ ആദ്യം ഒരു 2 വീലറും ഒരു ഓട്ടോറിക്ഷയും പോകാനുള്ള സൗകര്യം. ഇനി പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാൻ പോകാനുള്ള സൗകര്യമുള്ള ഒരു പാലമാവും. എന്തായാലും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആ പാലത്തിൻ്റെ പണി പുരോഗമിക്കട്ടെ. എല്ലാവിധ സൗകര്യങ്ങളും ആ പ്രദേശക്കാർക്ക് ആ പാലം കാരണം ഉപയോഗിക്കാൻ കഴിയട്ടെ. ഓക്കെ. എത്രയും പെട്ടെന്ന് പണി പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ, വാഹനങ്ങളൊക്കെ യാത്ര ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയാവട്ടെ. നല്ലൊരു പാലമായിട്ട് തീരട്ടെ. വെറുതെ അല്ല പറയുന്നത്, 200ഓളം പാലങ്ങൾ പണി അയച്ചെന്ന് റിയാസ് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് മക്കളെ. പാലത്തിൻ്റെ പണി അങ്ങനെ തുടങ്ങി. ചെറിയ തോതിൽ നടപ്പാതത്തിനുള്ളൊരു സൗകര്യമുണ്ട്. പാലം പണി കഴിഞ്ഞാൽ മഷാളാവോ? ഒരു 6 വാള സ്പേസ് ഉണ്ടാവോ? ആ പൈസ പോകൂല്ലേ? ആ ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. ഓക്കെ, അടിപൊളി കേട്ടോ. ഭയങ്കര സന്തോഷം. കേരള സർക്കാരാണ് ഫണ്ട് അനുവദിച്ചത്, 2 കോടി. ഈ പ്രദേശക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വീഡിയോസും ഇതിന് അധികാരികളുടെ അടുത്തൊക്കെ. പക്ഷേ ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞെടുക്കുന്നില്ലേ. എന്തായാലും ഈ പാലത്തിൻ്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് പുരോഗമിച്ച് അടിപൊളിയാവട്ടെ. ഒരു ഓട്ടോറിക്ഷ, ചെറിയൊരു കാറ് പോകുന്ന സൗകര്യമാണ്. ഇപ്പോൾ ഇനി ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസാൻ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. അപ്പോൾ ഈ പ്രദേശക്കാർ വലിയൊരു പ്രശ്നമാണ് പരിഹരിക്കാൻ പോണത്. അപ്പോൾ ബാസ്മി കുറ്റിച്ചിറ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ.